അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഷെഫീഖ് ഇ.പി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം, യോജിപ്പിക്കുക. താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. 1. മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കൽ. ആദ്യം നമുക്ക് ആ ഒരു ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. ത്വാഹിർ, ത്വഹാറത്ത്, ജുഹ്ഫ, മക്ക, വാജിബില്ല, നജ്സ്, ഹറാം. അപ്പം മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കൽ ത്വഹാറത്ത്. അപ്പോൾ ത്വഹാറത്ത് എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനുള്ളത്. 2. മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മീഖാത്ത്. എവിടെയാണ്? മക്ക. അത് മക്ക തന്നെയാണ്. 3. മഗ്രിബ് ഭാഗത്ത് നിന്ന് വരുന്നവരുടെ മീഖാത്ത് എവിടെയാണ്? ജുഹ്ഫ. ഇനി 4. നായ പന്നി അല്ലാത്തവയുടെ മനിയ് ത്വാഹിർ. 5. സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾ നോമ്പ് എടുക്കൽ വാജിബില്ല. ഇപ്പോൾ ബ്രാക്കറ്റിൽ നിന്നും വാജിബില്ല എന്നുള്ളത് എടുത്തെഴുതുക. 6. ഭക്ഷിക്കപ്പെടാത്ത ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം. ഭക്ഷിക്കപ്പെടാത്ത ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം നജ്സ്. ഇനി 2ാമത്തെ പ്രവർത്തനമാണ് ശരി അടയാളപ്പെടുത്തുക. താഴെ 6ഓളം ചോദ്യങ്ങളാണ്. ഓരോന്നിനും 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ശരിയായതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. 1. ഇഫാദത്തിൻ്റെ ത്വവാഫ് ചെയ്യൽ. ഫർള്, വാജിബ്, സുന്നത്ത്. ഏതാണ് ശരി? ഫർള് എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 2. ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകും. സഗീ, ത്വവാഫ്, ത്വലാഖ്. ഏതാണ്? ത്വവാഫ് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 3. റമളാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ കറാഹത്ത്, വാജിബ്, സുന്നത്ത്. ഏതാണ് ശരി? സുന്നത്ത് എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 4. എട്ടുകാലിയുടെ വല ത്വാഹിർ, നജ്സ്, മുത്തനജ്ജിസ്. അപ്പോൾ ത്വാഹിർ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 5. 5 ഔസുക്ക് എത്ര ലിറ്റർ? എത്രയാണ്? 2003, 960, 595. അപ്പോൾ 960 എന്നുള്ളതാണ് ശരി. അത് ശരി അടയാളപ്പെടുത്തുക. 6. തയമ്മുമിൽ മണ്ണ് അടിച്ചെടുക്കൽ ഷർത്ത്, സുന്നത്ത്, ഫർള്. അപ്പോൾ ഫർള് എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി 3ാമത്തെ പ്രവർത്തനമാണ് വിധി എഴുതുക. താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ വിധി എഴുതാനാണ്. 1. കാരണം കൂടാതെ സക്കാത്തുൽ ബദൻ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ. അപ്പോൾ കാരണം കൂടാതെ സക്കാത്തുൽ ബദന് പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിച്ചാൽ അതിൻ്റെ വിധി എന്താണ്? ഹറാമാണ്. അപ്പം ഹറാം. 2. ഇഅ്തികാഫ് ഇരിക്കൽ. എന്താണ്? സുന്നത്താണ്. 3. ഖസുറാക്കാവുന്ന യാത്ര കാരണം നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടൽ വാജിബ്. 4. പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവ വുളു ഇല്ലാതെ ചുമക്കൽ ഹറാം. 5. മരണപ്പെട്ടവന് സ്വത്തില്ലെങ്കിൽ അവകാശി അവന് വേണ്ടി ഹജ്ജ് ചെയ്യൽ സുന്നത്ത്. 6. സ്ത്രീകൾ തലമുടി കളയൽ കറാഹത്ത്. ഇനി 4ാമത്തെ പ്രവർത്തനം വിട്ടത് ചേർക്കുക എന്നുള്ളതാണ്. അതിൽ 1. ലൈസ അലൻ നിസായി ഡാഷ് അത്തഖ്സീർ. അപ്പോൾ അവിടെ ഏതാണ് വേണ്ടത്? ലൈസ അലൻ നിസായി ഹൽഖുൻ ഇന്നമ അലൻ നിസായി തഖ്സീർ. 2. ഇസ്ഔ ഡാഷ് അലൈക്കും ഇസ്ഔ ഫ ഇന്ന സഅയ ഖദ് കുതിബ അലൈക്കും എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി 5ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അവിടെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നായിട്ട് നോക്കാം. 1. നോമ്പിലെ വീഴ്ചകൾക്ക് പരിഹാരമാകുന്ന സക്കാത്ത് ഏത്? ഏതാണ്? ഫിത്ർ സക്കാത്ത്. 2. സ്വയം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നജ്സ് ഏത്? ഉത്തരം ലഹരി ദ്രാവകങ്ങൾ. 3.
ഹജ്ജ് വാജിബാകാൻ വാഹനം ഉണ്ടായിരിക്കണം ആർക്ക്? ഉത്തരം മക്കയിൽ നിന്ന് 2 മർഹല അകലെ ഉള്ളവനും നടക്കാൻ കഴിയാത്തവനും. 4 അറഫയിൽ നിൽക്കേണ്ട സമയം ഏത്? ഉത്തരം ദുൽഹിജ്ജ 9 ഉച്ച തിരിഞ്ഞ മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെ. 5 ചോദ്യം, പുരുഷൻ ഉളരി നടക്കൽ സുന്നത്തുള്ള ത്വവാഫ് ഏത്? ഉത്തരം സഗീൻ്റെ തൊട്ട് മുമ്പുള്ള ത്വവാഫ്. 6 ചോദ്യം, ഫീ സബീലില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടവർ ആര്? ഉത്തരം പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവർക്കാണ് ഫീ സബീലില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 6 പ്രവർത്തനം സാരം എഴുതാം എന്നുള്ളതാണ്. 1 വജുഇലത് ലനൽ അർളു കുല്ലുഹാ മസ്ജിദൻ വജുഇലത് തുർബതുഹാ ലനാ ത്വഹൂറൻ ഇദാ ലം നജിദിൽ മാഅ. അപ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? ഭൂമി മുഴുവനും നമുക്ക് ആരാധനായോഗ്യമാക്കപ്പെട്ടിരിക്കുന്നു. വെള്ളമില്ലെങ്കിൽ അതിലെ മണ്ണ് നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റുന്നതാക്കപ്പെട്ടിരിക്കുന്നു. 2 വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല. എന്താണ് അർത്ഥം? കഴിവുള്ളവർ അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യൽ ജനങ്ങളുടെ മേൽ കടമയാണ്. ഇനി 7 പ്രവർത്തനം വിശദമാക്കുക എന്നുള്ളതാണ്. അതാണ് അവസാനത്തെ പ്രവർത്തനം. അപ്പോൾ 1 നോക്കാം. ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളവർ ആരാണ്? ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളവർ ഫിത്ർ സക്കാത്ത് വാജിബാകുന്ന സമയത്ത് തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും പെരുന്നാൾ ദിവസത്തെയും അതിൻ്റെ രാത്രിയിലെയും ഭക്ഷണം, കടം, വസ്ത്രം, പാർപ്പിടം മുതലായവ കഴിച്ചു ബാക്കിയുള്ളവരാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളവർ. ഇനി 2 ചോദ്യമാണ് നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങൾ. അപ്പോൾ നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? സംയോഗം, ഇന്ദ്രിയം പുറപ്പെടുവിക്കുക, ഉണ്ടാക്കി ഛർദ്ദിക്കുക, തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് കടക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊണ്ടാണ് നോമ്പ് ബാത്തിലാകുക. ഇനി 3 3 വിധം നജസ്സുകൾ. അപ്പോൾ കുറേ നജസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് 3 തരത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ 3 വിധം നജസ്സുകൾ ഏതെല്ലാമാണെന്നാണ് ചോദിക്കുന്നത്. മുഅല്ലൽ, മുത്തവസ്സിത്ത്, മുഖഫഫ്. അപ്പോൾ ഈ മുഅല്ലലിൽ തന്നെ കുറച്ച് ഇനമുണ്ട്, അതുപോലെ മുത്തവസ്സിൽ തന്നെ കുറച്ച് നജസ്സുകളുടെ ഇനമുണ്ട്, അതുപോലെ മുഖഫഫ്. അതൊക്കെ ഈ 3 നജസ്സുകളുടെ ഇനമാണ്. അപ്പോൾ അതാണ് അവിടെ ചോദിച്ചത്. 3 വിധം നജസ്സുകൾ ഏതൊക്കെയാണ്? മുഅല്ലൽ, മുത്തവസ്സിത്ത്, മുഖഫഫ്. 4 ചോദ്യം, ഫക്കീർ ആരാണ്? ഫക്കീർ തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ ആയവരുടെയും ചിലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ ജോലിയോ യോജിച്ച ജോലിയോ ഇല്ലാത്തവനാണ് ഫക്കീർ. വസിയത്തോടെ നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.